വിൻറ്റേഷിൻ്റെ സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെയാണ് പടം. ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിക്കുന്ന. കൂടെ മുകേഷ് ഉണ്ട്, ജോണി ആൻ്റണി ഉണ്ട്, പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ. ഇത്തരം പേരുണ്ട്. പാർവതി നായരാണ് നായിക. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്കുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഭയങ്കരമായ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും കിട്ടുക. കാരണം ഒരു സീക്രട്ട് എന്ന മൂവി കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഈ മൂവിയാണ് വരുന്നത്, സൂപ്പർ സിന്ദഗി. അപ്പോൾ എല്ലാ സ്ഥലത്തും ധ്യാൻ ശ്രീനിവാസനെ കണ്ട വരവിലിരിക്കും. കാരണം മീശയും താടിയും എല്ലാം കറക്റ്റ്, ഒരു മാറ്റമില്ല. അതായത് പുള്ളിയുടെ മിക്ക എല്ലാ പടങ്ങളും എടുത്തു വയ്ക്കിയാലും ആൾക്കൊരു മാറ്റമില്ല. അതായത് കഥാപാത്രമൊക്കെ ഒരാൾ തന്നെയായിട്ട് തോന്നും. പേരുകൾ മാത്രം മാറുന്നു, മേക്കപ്പിനും മാറ്റമില്ല, ഒന്നിനും മാറ്റമില്ല. പിന്നെ അഭിനയം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അഭിനയമൊന്നും വെച്ചാൽ അഭിനയം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കുറേ മൂവി കണ്ടാണല്ലോ. അപ്പോൾ പുള്ളി അഭിനയിക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവും ശരിക്കും. പുള്ളി എനിക്കൊക്കെ പറയാനുള്ളത് അഭിനയം കുറച്ചും കൂടെ പഠിച്ചിട്ട് അഭിനയിക്കായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ കാശ് കൊടുത്ത് പോയി കാണുന്നൊരു മൂവിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ പുള്ളിയുടെ ഇൻ്റർവ്യൂ കാണുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ആൾ പറയുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സെൻസിബിളായിട്ടൊക്കെ പറയുന്ന ഒരാളാണ് പലപ്പോഴും. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത്ര ക്ലച്ച് പിടിച്ചതായിട്ട് തോന്നില്ല. പക്ഷേ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ യുഗമാണെന്ന് പറയാം. കാരണം ഇഷ്ടംപോലെ മൂവി ഇദ്ദേഹത്തിന് ഇറങ്ങുന്നുണ്ട്, ഇഷ്ടംപോലെ മൂവിയുണ്ട്. പക്ഷേ മൂവിയിലൊക്കെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ പുള്ളിക്ക് തന്നെയാണ് നല്ലത്. ആ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭയങ്കര മടിയനായ ഒരു ചെറുക്കനാണ്. അയാൾക്കൊരു കാമുകിയുണ്ട്, അമ്മയുണ്ട്, അവരെ ചെലവിൽ കഴിയുന്ന ഒരാൾ. പക്ഷേ ഇയാൾക്ക് ഭയങ്കര വലിയ സ്വപ്നമുണ്ട്, വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. റെഡി ക്യാഷായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മുജീബ് എന്ന് പറഞ്ഞാൽ വേറൊരു, അല്ലെങ്കിൽ മുകേഷിൻ്റെ കഥാപാത്രമുണ്ട്. ഇത് സിദ്ധു എന്നാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം. അപ്പോൾ ഈ മുകേഷിൻ്റെ കഥാപാത്രം ഓൾറെഡി സക്സസ് ആയ, അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇവർ രണ്ടാണ് കൂടി അവർക്കൊരു വാർത്ത കിട്ടുന്നു, കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ സ്വർണം കിട്ടുന്ന മനസ്സിലായി. അവിടെ സ്വർണം വിൽക്കാൻ, അതായത് നിധി കിട്ടിയ ഒരാളുണ്ട്, അയാൾക്ക് സ്വർണം വിൽക്കണം. അത് സിദ്ധുവിന്, അതായത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം സമീപിച്ചു. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ മുകേഷിൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടെ കൂടി കർണാടകയിലേക്ക് അയാളെ തേടി പോവുകയാണ്. പിന്നെ അവർ തമ്മിൽ ഡീനസ് നടക്കുകയാണ്. ഇത് ശരിക്കും നമ്മുടെ ടിപ്പിക്കൽ മലയാളികൾ, നമുക്കറിയാം എല്ലാ കൊല്ലവും മലയാളികൾ തട്ടിപ്പ് വീഴുന്ന ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അത് തൃശ്ശൂർ ഭാഗത്താണ് കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ പൈസ ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞ ഓരോ കമ്പനികൾ പെട്ടെന്ന് ഫോം ചെയ്യുന്നു, കോടികളാണ് കൊണ്ട് കൊടുക്കണേ. അത് അതേപോലെ തന്നെ കളയും, അതിൻ്റെ പോലീസ് കേസാവും. അതുകൊണ്ട് ഒരു 2 മാസം കഴിയുമ്പോൾ അടുത്ത കേസ് വരും. ഇത് നമ്മുടെ മലയാളിക്ക് പ്രത്യേകിച്ചുള്ള ആട് മാഞ്ചിയും അല്ലെങ്കിൽ തേക്ക് എന്നൊക്കെ പറഞ്ഞ് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും. ഇതിലൊക്കെ കാശിറക്കാൻ മലയാളിക്ക്, ഭയങ്കര മിടുക്കനായ മലയാളിക്ക് പറ്റും. അതേപോലത്തെ ഒരു കഥയാണ് ഈ വന്നത്. അപ്പോൾ ഇത് കാണിക്കുന്ന അധികം കർണാടകത്തിൻ്റെ ആ ഒരു റൂറൽ ഏരിയാസൊക്കെയാണ്. പക്ഷേ ഇതിൽ ആകെപ്പാടെ ഫൈറ്റ് കണ്ടാൽ നമുക്ക് ചിരിച്ചാവും. കാരണം അതൊക്കെ അങ്ങനെയാണ്. പിന്നെ പാട്ടും വലിയ രസമില്ല. മൊത്തത്തിൽ ഒരു രസമില്ലാത്തൊരു പടം എന്ന് അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഈ മുകേഷിൻ്റെ കോമഡിയൊക്കെ അത്യാവശ്യമുണ്ട്. ജോണി ആൻ്റണി വരുമ്പോൾ അത്യാവശ്യം കോമഡി ഉണ്ട്. സുരേഷ് കൃഷ്ണ ഇൻ്റർവ്യൂവിൽ കണ്ടു വരുമ്പോഴും രസമുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പടം കൊള്ളാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു തീം കുറച്ചും കൂടി നന്നായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. അതായത് സ്ക്രിപ്റ്റൊക്കെ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. പിന്നെ ധ്യാൻ ശ്രീനിവാസന് പകരം വേറെ ആളെ വെച്ചാൽ, അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ തന്നെ കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വർക്കൗട്ടാകും. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ വേണമെങ്കിൽ പറയാം, പിച്ച് വെച്ചെടുക്കുന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. അത് അഭിനയത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാം. പക്ഷേ നമ്മളൊക്കെ മൂവി കാണുന്നത് ഒരാൾ അഭിനയിച്ച് തുടങ്ങിയിട്ട് അയാളെ നന്നാക്കിയെടുക്കാൻ പണ്ടത്തെ കാലത്തൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ സ്വയം നേരത്തെ നന്നായിക്കൊള്ളണം, എന്നിട്ട് വേണം അഭിനയിക്കാനൊക്കെ വരാൻ. പിന്നെ പുള്ളിക്കാണ് പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പം അഭിനയിക്കും, പാഠങ്ങൾ മനസ്സിലാക്കാനൊന്നും പാടൊന്നുമില്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് പുള്ളി ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ബോഡിയൊക്കെ നന്നാക്കി എടുക്കുമായിരുന്നെങ്കിൽ. എന്നും എല്ലാ സിനിമയിലും ഒരേ കഥാപാത്രം പോലെയാണ്, മടിയനായൊരു കഥാപാത്രം എന്നാണ് ഈ ധ്യാൻ ശ്രീനിവാസൻ കിട്ടുന്നത്. അധികം നമ്മൾ സിനിമ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും. കാരണം ആ ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ മടിയല്ലെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ തോന്നിയാൽ മടിയനാണല്ലോ എന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ സീക്രട്ട് പോലെ തന്നെ. സീക്രട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട ഈ പടമാണ് ഈ സംഭവം, ഈ നമ്മുടെ സൂപ്പർ സിന്ദഗി. അപ്പോൾ ഈ സൂപ്പർ സിന്ദഗിയിൽ ഇപ്പോൾ ഈ നടി പാർവതി നായരുടെ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യമുള്ളതായിട്ടൊന്നും തോന്നണമെന്നില്ല. എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉള്ളതായിട്ട് തോന്നണല്ലോ ഒന്നിലും. അപ്പോൾ കുറച്ച് തമാശയ്ക്കുള്ള വകുപ്പുകളൊക്കെ അതിൻ്റെ ഉള്ളുണ്ട്. പക്ഷേ ഒരു നല്ലൊരു മൂവി കണ്ടതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് വരാനും സാധ്യത കുറവാണ്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ നല്ലത്, അയാൾ പൊങ്ങി വരട്ടെ. പക്ഷേ അയാൾ ഇനി കുറച്ചും കൂടെ ഈ കഥാപാത്രങ്ങളെ പറ്റി ശ്രദ്ധിക്കണം. അതിന് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, രൂപത്തിൽ മാറ്റം വരുത്തണം, മുഖത്ത് മാറ്റം വരുത്തണം. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. പക്ഷേ ആസ് എ മൂവി ഞാനീ പറയുന്നത് സൂപ്പർ സിന്ദഗി ഒട്ടും പോരാന്നേ പറയുള്ളൂ. അതൊരു നന്നാക്കാൻ ശ്രമിക്കാമായിരുന്നു, അത്യാവശ്യം നല്ല തീമായിരുന്നു. പക്ഷെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമുക്ക് മൂവേണ്ട അത്ര വലിയ രസം തോന്നിയില്ല. അതാണ് എൻ്റെ ഒരു റിവ്യൂ.